ഹലോ മൈ യൂട്യൂബ് ഫാമിലി. ഈ ഒരു വിഷ്വലൊക്കെ കാണുമ്പം അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏതാ ലൊക്കേഷൻ എന്നുള്ളത്. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. മലബാരി ഖുസീൻ മാസ്ട്രോ ആയ ആബിദ റഷീദ് മാമിൻ്റെ വീടാണിത്. ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. മാർക്കറ്റിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ചോസൻ. അപ്പോൾ ചോസൻ എന്ന ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓട്സ്, കറി മസാലാസ്, ഡ്രിങ്ക്സ്, അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ചോസനിൽ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഏകദേശം റെഡിയായി. എൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ട് സാരി ലുക്കായിരുന്നു. എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് കാലിക്കറ്റിലെ ദി ഷോപ്പ് റെസ്റ്റോറൻറ്റ് ഓണറുടെ വൈഫായ സുനി ചേച്ചിയാണ്. ആൻഡ് ഷീ വാസ് സോ കൂൾ ആൻഡ് വെരി നൈസ് ടു മീ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് നമ്മുടെ വർക്ക് ഡയറക്റ്റ് ചെയ്തത് ബിജിത് ബാല സാറാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് എനിക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ 4 കുട്ടികളുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൂ ആയിരുന്നു. വിതൗട്ട് എനി ടെൻഷൻ വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഓരോ ഷോട്ടും ചെയ്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചേച്ചി വന്ന് എൻ്റെ സാരി റെഡിയാക്കും, എൻ്റെ മുടി റെഡിയാക്കും. ഇതൊന്നും നമ്മുടെ ചേച്ചിയുടെ അടുത്ത് പറയേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതമ്മ, ഇതച്ഛൻ, ഇത് ഇളയ കുട്ടി, ഇത് ചെറിയ കുട്ടി, ഇത് മൂത്ത മകൻ 5ാം ക്ലാസ് പഠിക്കുന്നത്. ഈ 2 കുട്ടികൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നായകൻ. ഇതാണ് നായകൻ. സൈഡിൽ വെച്ചിട്ടുള്ള ആ ലൈറ്റിന്റെ ചൂട് കാരണം നായകൻ നല്ല വേർത്ത് കുളിച്ചിരിക്കുകയാണ്. നിയാസ്മനെ, എങ്ങനെയുണ്ട് ലൊക്കേഷൻ? നിനക്ക് വീട് ഇഷ്ടപ്പെട്ട? ഒച്ചത്തി പറഞ്ഞാലേ കേൾക്കുള്ളൂ കേട്ടോ. അതെല്ലാം വിവരവും വിദ്യാഭ്യാസവും കുറച്ച് ലോക ജ്ഞാനമൊക്കെ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി. നിന്നെ പോലുള്ളവർക്ക് അത് മനസ്സിലാവില്ല. ഈ ഒരു ഡിന്നർ ടൈം ഷൂട്ട് കുറച്ചധികം നേരം പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഓരോ ടേക്കിലും കുട്ടികൾ ഓരോ തവണയും കഴിച്ച് അവരുടെ വയറൊക്കെ ഏകദേശം നല്ല ഫില്ലായി കിടക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഷൂട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് നേരത്തേക്ക് നല്ല പോസ്റ്റായിരുന്നു, പാവം. സമയം ഏകദേശം 11:30 ആയി. എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു കോസ്റ്റ്യൂമാണ് സാരി. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴേ എനിക്കും നിയാസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നിനക്കൊരു കാര്യം അറിയോ? നീയും ഈ കൂട്ടത്തിലുള്ളവനാ പുരാവസ്തു. നിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചാൽ മതി.
ഇവിടുത്തെ മെയിൻ ഒരു ഇഷ്ടം വില കൂടുതൽ പുരാവസ്തുവിനാ നിങ്ങളെ നല്ല റേറ്റ് കിട്ടും. വിശന്ന് കഴിഞ്ഞാൽ ഞാൻ അല്ലാണ്ടായിപ്പോ തീറ്റ എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഷൂട്ട് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് വൈൻഡപ്പ് ചെയ്തത്. ആസ് യൂഷ്വൽ ഏത് ലൊക്കേഷനിലും കേക്ക് കട്ടിംഗ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാനാണ്. സോ ഇവിടെയും അത് തന്നെയായിരുന്നു എനിക്ക് പരിപാടി. എത്ര കേക്ക് ഇപ്പാണ് കറക്റ്റ് ആക്രിക്കാരിയത്. ഇപ്പാണ് കറക്റ്റ് നീ ആക്രിക്കാരിയത്. ഇപ്പാണ് കേസ് കറക്റ്റ് ആക്രിക്കാരിയത്. ഷൂട്ട് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഹൂക്ക പ്രീമിയം ലോഞ്ചിൽ ജോയിൻ ചെയ്തു. കാലിക്കറ്റുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഹൂക്ക സ്പോട്സ് ആണിത്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ബീയിങ് ദർ, ബട്ട് ഐ കൈൻഡ് ഓഫ് ലൈക്ഡ് ദി ആംബിയൻസ്. I think I like it. ഇതെൻ്റെ ഫ്രണ്ട് ജിതുൽ ഫ്രം കാലിക്കറ്റ്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്തത് ഇവൻ്റെ കമ്പനിയാണ്. നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.